ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, രക്തവാതം, അതുപോലെ സോറിയാസിസ്, ഇതൊക്കെ നമ്മൾ കുറേ കേസുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ അതിനെ ഉൾപ്പെടുത്തുക. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ സെല്ലിനെ തന്നെ ഡാമേജ് ഉണ്ടാക്കുന്ന ഡിസീസുകൾ. ഇപ്പോൾ ശരീരത്തിൻ്റെ പുറത്തു നിന്നൊരു ഒരു ആൻറ്റിജൻ, അതായത് ഒരു അന്യവസ്തു ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ശരീരം അതിനെ പ്രതികരിക്കണം. അതാണ് ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി. ഈ പ്രതികരണ ശേഷി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ. അപ്പോൾ പുറത്തിൽ നിന്ന് ഒരു സാധനം ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ഫോറിൻ ബോഡി ഏതാണെന്നും ഉള്ളിലുള്ള ശരീരത്തിന്റെ സ്വന്തം സെല്ലുകൾ ഏതാണെന്നും ഉള്ള തിരിച്ചറിവ് ശരീരത്തിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അതിന്റെ നെറ്റ് എഫക്റ്റ് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ഓൺ സെല്ലുകൾ, സ്വന്തം സെല്ലുകളെ തന്നെ ശരീരം നഷ്ടപ്പെടുത്തും, അതായത് കൊല്ലും. പക്ഷെ അവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സ്വന്തം സെല്ലിനെയും ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന സെല്ലിനെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രശ്നമാണ് അവിടെ സംഭവിക്കുന്നത്. ആ ഡിസ്ക്രിമിനേഷൻ പവർ ശരീരത്തിൽ നിന്ന് ലോസ് ആവാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കൂടുതൽ അളവിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന സമയത്ത്, അത് ഫിസിക്കൽ ടോക്സിൻ ആവട്ടെ, ഫിസിയോളജിക്കൽ ടോക്സിൻ ആവട്ടെ, മെന്റൽ ടോക്സിൻ ആവട്ടെ, ഈ ടോക്സിനൊക്കെ ശരീരത്തിൽ കൂടുതൽ അടിഞ്ഞുകൂടുന്ന സമയത്ത് നല്ലത് ചീത്ത എന്നുള്ളത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് ചില സമയങ്ങളിൽ നമ്മളുടെ ഓൺ സെല്ലിനെ തന്നെ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ശരീരത്തിന് എപ്പോഴും ക്ലീൻ ആയിട്ട് ആ ലെവലിൽ ശരീരത്തിനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിലുള്ള ടോക്സിൻസ് പുറന്തള്ളുകയും ശരീരം ശരിയായ രൂപത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് വരും ചെയ്യും. അപ്പോൾ ശരീരത്തിന് നല്ല ചീത്ത എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ എപ്പോഴും ശരീരത്തിന് നിലനിർത്താൻ കഴിയും. ഈ ഡിസ്ക്രിമിനേഷൻ നഷ്ടപ്പെടുന്ന സമയത്താണ് ശരീരത്തിന് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ളൊരു രീതിയിലേക്ക് അത് മാറുന്നത്.